ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് മാർച്ച് 1-ാം തീയതി ആണല്ലേ. നമ്മൾ എല്ലാ മാസവും 1-ാം തീയതി മുടക്കാണ്ട് ചെയ്യുന്ന ഒരു ആചാരമാണ് നമ്മുടെ ബുള്ളറ്റ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാർച്ച് 1-ാം തീയതി ആയിട്ട് നമ്മൾ മാർച്ചിൻ്റെ ബുള്ളറ്റ് ജേർണലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫെബ്രുവരിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വാലന്റൈൻസ് ഡേ തീമിലാണ്. അപ്പോൾ നമുക്ക് മാർച്ചിൻ്റെ തീം എന്ന് പറയുന്നത് നോമ്പൊക്കെ അല്ലേ, റമളാനൊക്കെ അല്ലേ. അപ്പോൾ നമുക്കൊരു റമളാൻ തീമിലുള്ള ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്യാനായിട്ട് ഞാനിതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സപ്ലൈസ് കാണിച്ചു തരാം. അങ്ങനെ സപ്ലൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല, പഴയ ഒരു ടെക്സ്റ്റിൻ്റെ 2-3 പേജസ് കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് മലർവാടി. ഇത് മദ്രസയിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു ബുക്കാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ബാലരമ, കളിക്കുടുക്ക ആ ഒരു ബുക്കിൻ്റെ ഒക്കെ പോലത്തെ ഒരു ബുക്കാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഭയങ്കര ഒരു നൊസ്റ്റുമാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ബുക്ക് എടുത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റമളാൻ തീമിലുള്ള കുറച്ച് ഇമേജസ് ഒക്കെ ഈ ഒരു ബുക്കിൽ നിന്ന് നമുക്ക് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വരയ്ക്കുന്ന ആ ഒരു പണി കുറയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മലർവാടി എടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ബുക്കുകളൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഞാൻ പണ്ടത്തെ എൻ്റെ മദ്രസയിലേക്കൊന്ന് പോയിട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജസ് ഒക്കെ ഞാനൊന്ന് തപ്പുന്നുണ്ട്. റമളാൻ തീമിലുള്ള കുറച്ച് സ്റ്റാർസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലാൻഡേണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഒരു പള്ളിയുടെ ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ബുള്ളറ്റ് ജേർണലിങ്ങിൽ അത് യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് സ്റ്റാർസും മൂണും അങ്ങനത്തെ കുറച്ച് ഇമേജസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തേ പിന്നെ വല്ലാണ്ട് അങ്ങോട്ട് ക്രാഫ്റ്റിൽ അങ്ങോട്ട് ഫോക്കസ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുമെന്ന്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് ബുള്ളറ്റ് ജേർണലിങ് ചെയ്യുന്നത്. ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതാ നമ്മൾ മൂണിൻ്റെയും സ്റ്റാറിൻ്റെയും ഇമേജും പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഫ്ലവറിൻ്റെ ഇമേജും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ ഈ ഒരു മലർവാടി എന്ന് പറയുന്നത്. എല്ലാ മാസവും 1-ാം തീയതി നമുക്ക് 15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബുക്ക് വാങ്ങാൻ കിട്ടും. ഇത് വാങ്ങാനായിട്ട് നമ്മൾ ക്യൂ ആണ് കേട്ടോ, കാരണം അത്രയും ഇഷ്ടമാണ് മലർവാടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബുള്ളറ്റ് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ പഴയ ടെക്സ്റ്റിൽ നിന്ന് കീറിയെടുത്ത ഒരു പേജ് എന്ന് പറഞ്ഞില്ലേ, ആ പേജിൻ്റെ വൈറ്റ് സ്പേസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്ക് ആ ഒരു എഴുത്തുള്ള ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ 4 ഭാഗത്തുള്ള ആ ഒരു വൈറ്റ് സ്പേസ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു സംഭവം നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് കീറിയിട്ട് നമുക്ക് 2 കോർണറിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ 2 സൈഡിൽ നിന്നായിട്ടൊന്ന് കീറി കൊടുക്കുന്നുണ്ട്. നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നതിലും ഭംഗി ഇങ്ങനെ കീറിയെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഈ 2 കോർണറിലായിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫേവിസ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാനിതിൽ എല്ലാതും ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് ജേർണലിങ്ങിൻ്റെ കവർ പേജിൽ ഞാൻ റമളാൻ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെയാണ് ഞാൻ ഓർത്തത് മാർച്ചിലെ ബുള്ളറ്റ് ജേർണലിംഗ് അല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ മാർച്ചല്ലേ ഹൈലൈറ്റ് ആയി നിൽക്കണ്ടേന്ന്. എന്നാലും സാരമില്ല, ഞാൻ പിന്നെ താഴത്തെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റാർസൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു മാർച്ച് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഭംഗി ഫുള്ളായിട്ട് പോയ പോലെ തോന്നിയിട്ട് അതെന്താണെന്ന് അറിയില്ല. അങ്ങനെ മാർച്ച് എന്നൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ താഴ്ഭാഗത്ത് ലെഫ്റ്റ് സൈഡ് കോർണറിൽ നമ്മൾ നേരത്തെ മലർവാടിയിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് തന്നെ കവർ പേജിൽ ഇതുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. പിന്നെ ആരൊക്കെയാണ് നമ്മൾ ജനുവരി മുതൽ ചെയ്തിട്ടുള്ള ബുള്ളറ്റ് ജേർണലിംഗ് ഒക്കെ കണ്ടിട്ടുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ ജനുവരിയിലും ഫെബ്രുവരിയിലൊക്കെ ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ നവംബറിലും ഡിസംബറിലും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ നമ്മൾ റമളാൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു ലാൻഡേൺ വരച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് നമ്മളെ സ്പേസ് അത്രയ്ക്ക് തികയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അത് നെക്സ്റ്റ് പേജിൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും നമ്മുടെ റമളാൻ്റെ മുകളിൽ കുറച്ച് സ്പേസ് ഇങ്ങനെ ബ്ലാങ്ക് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെയും ആ ഒരു കോഫി ജാറിൻ്റെയും കൂടി ഇമേജ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കവർ പേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഇവിടെയും കുറച്ച് സ്റ്റാർസൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് കാലണ്ടർ പേജ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ വരച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ലാൻഡേൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ റമളാൻ എന്ന് പറയുമ്പോൾ തന്നെ ഫുൾ ഓഫ് ലൈറ്റ്സും സ്റ്റാർസൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ലൈറ്റ്സും സ്റ്റാർസൊക്കെ ഹാങ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ 2 കേർവ്ഡ് ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബോൾസും മൂണും സ്റ്റാർസും പിന്നെ കുഞ്ഞ് ലാൻഡേണും കൂടെ വരച്ചിട്ട് യെല്ലോ കളർ വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ള് ബ്ലൂ ആയി കഴിഞ്ഞാലും ഭയങ്കര ബോറാവും. എന്നിട്ട് ഞാൻ അടിയിൽ ഇതുപോലെ കലണ്ടറിനൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കീറി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടെക്സ്റ്റിൻ്റെ പേജ് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ കലണ്ടർ വരച്ചിട്ട് വേറൊരു പേജിൽ വരച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ കലണ്ടർ പേജ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ ഒരു ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഉപകാരപ്പെടുന്ന ഒരു പേജാണ് നമ്മുടെ വീക്ക്ലി പ്ലാനർ. നിങ്ങൾ ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് ഏത് പേജാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ.
എനിക്കെന്തായാലും ഈ ഒരു വീക്ക്ലി പ്ലാനറാണ് നല്ല യൂസ്ഫുൾ ആവുന്നത്. കാരണം ഓരോ വീക്കും നമുക്ക് എന്ത് വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ഞാൻ ഇതിലാണ് പ്ലാൻ ചെയ്ത് എഴുതി വെക്കാറ്. അത് എല്ലാ മാസത്തെ ബുള്ളറ്റ് ജേർണലിങ്ങിൽ ഞാൻ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഞാൻ 4 വീക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഇതുപോലെ ഒരു ക്ലൗഡിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ട് യെല്ലോ കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മുടെ വീക്ക് 1 വീക്ക് 2 അങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീക്ക്ലി പ്ലാനർ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഒറ്റ പേജിലാണ് നമ്മൾ 4 വീക്കിനുള്ള ബോക്സസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ മുകളിൽ സ്റ്റാറും മൂണൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീക്ക്ലി പ്ലാനർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാബിറ്റ് ട്രാക്കറാണ്. ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പാവുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യവും ഓർഡറായിട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ഹാബിറ്റ് ട്രാക്കർ ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ ഹാബിറ്റ് ട്രാക്കർ കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ. കാരണം എല്ലാ മാസവും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ബിങ്കോ ഒക്കെ കളിക്കുമ്പോൾ വരയ്ക്കുന്ന ബോക്സ് പോലെയാണ് ഓരോ മാസത്തെയും ഹാബിറ്റ് ട്രാക്കർ നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് 1 മുതൽ 31 വരെയുള്ള ഡേറ്റ്സ് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏതൊക്കെ ഹാബിറ്റാണോ ട്രാക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഞാൻ എഴുതിയിട്ടൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ നേരെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഡേറ്റിൻ്റെ നേരെ ടിക്ക് ഇടാം, ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഇൻഡു ഇടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ മൂഡ് ട്രാക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹാബിറ്റ് ട്രാക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹാബിറ്റ് ട്രാക്കർ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് വെറൈറ്റി പേജാണ്. ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു പേജാണ്. അതായത് നോമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എത്ര നോമ്പ് എടുത്തു എന്നൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു ഫാസ്റ്റ് ട്രാക്കർ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ഹാബിറ്റ് ട്രാക്കർ എഴുതിയത് ഇപ്പുറത്തേക്ക് പരന്നിട്ടുണ്ട്. അത് കവർ ചെയ്യാനായിട്ട് ഞാനൊരു പേജ് ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വേറൊരു പേജിലാണ് ഫാസ്റ്റ് ട്രാക്കർ എന്ന് എഴുതിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ അതൊട്ടും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നോമ്പ് പിടിച്ചെന്ന് ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ മറന്നു പോകാറുണ്ട് കേട്ടോ. ചിലരത് മാർക്ക് ചെയ്ത് വെക്കുന്നൊക്കെ ഉണ്ടാവും. ഞാൻ പക്ഷേ ഇതുവരെ മാർക്ക് ചെയ്തൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ നോമ്പ് നമുക്ക് എത്ര എണ്ണം പിടിച്ചു എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വലിയൊരു മൂണിനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. മൂണിൻ്റെ ഷേപ്പ് കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട, അത് വല്ലാത്തൊരു മൂണായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂണിത്തിരി വലുതായതുകൊണ്ട് തന്നെ 31 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കള്ളികളാണ് ഞാൻ വരച്ച് തുടങ്ങിയത്. പക്ഷേ വരച്ച് കഴിഞ്ഞപ്പോൾ ഒരു 55 എണ്ണെങ്കിലും ആയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഫാസ്റ്റ് ട്രാക്കറിന് വേണ്ടിയിട്ടുള്ള കീസ് ഞാൻ സൈഡിലായിട്ടൊന്ന് എഴുതി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു മൂണിനെയും കൂടി ഒട്ടിച്ചിട്ട് അവിടെ ഇവിടെയും കുറച്ച് സ്റ്റാർസും വരച്ചു കൊടുത്തിട്ട് നമ്മുടെ ഫാസ്റ്റ് ട്രാക്കർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതിൽ ഏത് പേജാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേരൊന്നും വീഡിയോ ലൈക്ക് ചെയ്യാണ്ടാണ് കാണുന്നത്. നിങ്ങൾക്കപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നിങ്ങൾക്കത് ചെറിയൊരു ലൈക്ക് ആയിരിക്കും, പക്ഷേ നമുക്കത് വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് മൂഡ് ട്രാക്കറാണ്. മൂഡ് ട്രാക്കർ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊരു ലാൻഡേണൊക്കെ വരച്ച് ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 31 ലാൻഡേൺ നമ്മൾ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബുള്ളറ്റ് ജേർണലിങ്ങിൻ്റെ ലാസ്റ്റ് പേജാണ് കേട്ടോ ഈ ഒരു മൂഡ് ട്രാക്കർ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾക്ക് ഇങ്ങനത്തെ വീഡിയോ ചെയ്യണം അങ്ങനത്തെ വീഡിയോ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ പറയാം. നമ്മൾ എന്തായാലും അതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് ജേർണലിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഫ്ലിപ്പ് ത്രൂ കണ്ടിട്ട് വരാം.